ഹലോ ഗൈസ്, ഓഫ് ടു ഒരൊറ്റ മൈൻഡിന്റെ പേരിലുണ്ടായ ട്രിപ്പ് അത് പെട്ടി കിടക്കി നമ്മൾ പുറത്തിറങ്ങി പോകാൻ നേരം ഫാമിലിക്ക് എല്ലാവർക്കും ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നു. അത് കഴിച്ചിട്ടാവും യാത്ര. പോണേന്റെ സങ്കടമാണോ അതോ സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും അവിടെ എന്നെ തച്ച് കൊല്ലുണ്ട്. വരുന്നോല് പോണോലൊക്കെ എന്നെ തല്ലിട്ടാ പോകും. ചെറുതായി പല്ലടയിൽ ഒരു മാമൻ റോള് കളിക്കാൻ നോക്കിയിനി. പക്ഷെ ബൽക്ക് എല്ലാവർക്കും ഞാൻ ഒരു കോമഡി പീസ്. അങ്ങനെ നീണ്ട 9 മണിക്കൂറുള്ള യാത്ര പുറപ്പെട്ടു. നമ്മളെ വണ്ടി ഫുള്ള് പിന്നെ DJ ഇതെവിടെ വരെ പോകുന്നോ പഠിച്ചവരേ. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ട് അതിന്റെ ഇടയിൽ നമ്മളൊരു ചായ ബ്രേക്ക് എടുത്തു. വണ്ടി ഇങ്ങനെ കുറെ പോയിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും കുറച്ചാൽ വേണ്ട. നമ്മളൊരു മുട്ടായി എടുത്ത് പിന്നെ വലിയ ആണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് മുട്ടായി ഒന്നും വാങ്ങിയില്ല, ലേസേ വാങ്ങുള്ളൂ. വലിയ കുട്ടിയല്ലേ, നമ്മൾ മാത്രം തിന്നാ പോരല്ലോ, നമ്മളെ വണ്ടിക്ക് തിന്നണ്ടേ. വണ്ടിക്കോട്ട് തിന്നാൻ കൊടുത്തു, ലാവിഷാവട്ടെ. അങ്ങനെ എന്തൊക്കെ സിക്സാക്ക് പോകുന്ന ചുരൊക്കെ കയറി നമ്മൾ നേരെ കൊടൈക്കനാലെത്തി. കൊടൈക്കനാലെത്തി സമയത്ത് 5:30 മണി. കൊടൈക്കനാലെത്തിപ്പാടെ നമ്മളെ കാണാൻ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എന്താ അറിയില്ല, ഇന്നെ ഭയങ്കര പേടിയാവുന്നുണ്ട്. ഈ സാധനം പിന്നെ ആർക്കും പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നാളെ കണ്ടാലൊന്നും തോണ്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൊല്ലുള്ളൂ. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എത്തിയപ്പാടെ അവിടുത്തെ ടൗണിൽ ഒരു സൂട് വടയും സൂട് സായും കുടിച്ചു. എല്ലാം പറയാലോ, ഭയങ്കര ടേസ്റ്റ്. ഇനി അടുത്ത പരിപാടി നമ്മൾ ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം, അതിന് റൂം കിട്ടണം. സോ നമ്മൾ റൂമിന് വേണ്ടിയിട്ട് കൊടൈക്കനാൽ മൊത്തം കറങ്ങി. ഏതെങ്കിലും റൂം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം നമുക്കൊരു കോട്ടേജ് തന്നെ വേണം, കാരണം ഫാമിലി ലൈനുണ്ട്. സോ ഫൈനലി നമുക്ക് അവിടെ നിന്ന് ഒരു വീട് തന്നെ കിട്ടി. PS ഗാർഡൻ അതിന്റെ പേര്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന ടൗണിൽ തന്നെയാണ്. ടൗണിൽ വെറും 2 മിനിറ്റ് ഉള്ളൂ, അതുകൊണ്ട് പോയി വരാനൊക്കെ ഭയങ്കര സുഖം. എത്തിപ്പാടന്നെ ഭയങ്കര ക്ഷീണം, ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി. ബാക്കി നാളെ കാണാം. അപ്പൊ ശരി എന്നാ.